എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യെരുശലേമിൽ ശീമോൻ എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവൻ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശിശുവായിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കൽപ്പന പ്രകാരം മാതാപിതാക്കന്മാർ ഒരു ഇണ കുറുപ്രാവുമായി ആലയത്തിലേക്ക് ചെല്ലുന്നു. ഈ മാതാപിതാക്കന്മാർ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദീർഘവർഷങ്ങളായി ആത്മനിയോഗത്താൽ കർത്താവായ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം ആശ്വസിക്കുകയില്ല എന്ന് അരുളപ്പാടുണ്ടായിരുന്ന ഒരു ശീമോൻ ആത്മനിയോഗത്താൽ ആലയത്തിലേക്ക് ചെല്ലും. ചിലരെ പറയാറുണ്ട്, ഓരോ കുഞ്ഞുങ്ങളുമായി ആലയത്തിലേക്ക് മാതാപിതാക്കന്മാർ വരുമ്പോൾ ഇതാണോ വാഗ്ദത്തം സന്തതി എന്ന് ചോദിച്ച് ശീമോൻ നോക്കുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇവിടെ തിരുവഴുത്തിൽ അതിന് രേഖയൊന്നുമില്ല. ശിമയോനോട് വാഗ്ദത്തം നിവൃത്തി കാണുന്നവരെ മരിക്കയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് പരിശുദ്ധാത്മാവ് അവനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന്, കർത്താവായ യേശുവുമായി മാതാപിതാക്കന്മാർ വരുമ്പോൾ ഒരു തോന്നലുണ്ടായിട്ട് ശിമയോൻ ചെന്നതല്ല, ആത്മനിയോഗത്താൽ അവൻ ആലയത്തിൽ ചെന്നു എന്നാണ്. അപ്പോൾ കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ആത്മനിയോഗം ഉണ്ടായതായിട്ടൊന്നും തിരുവഴുത്തിൽ പറയുന്നില്ല. കാരണം ആത്മനിയോഗത്താലാണ് ശിമയോൻ ആലയത്തിൽ വരുന്നത്. കാരണം ഇതൊരു വാഗ്ദത്ത നിവൃത്തി കൂടിയാണ്. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിനക്ക് സന്തതി തരുമെന്ന്. എന്നാൽ ആ വാഗ്ദത്തത്തിന് ദൈവം ഒരു അവധി വെച്ചിരുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം നാം പഠിക്കുന്നത്. ദൈവം സാറയെ സന്ദർശിച്ചു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നപ്പോൾ ഒരവധി കൂടി നൽകിയിരുന്നു. അത് ഗ്രഹിപ്പാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഒരു ഇസ്മായേൽ ജനിക്കേണ്ടി വന്നത്. നമ്മോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ സാഹചര്യങ്ങളോ പ്രായമോ ഇതൊന്നും നോക്കിയല്ല നാം അതിന് വിലയിരുത്തേണ്ടത്. പറഞ്ഞ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇവിടെ ദീർഘവർഷങ്ങളായി മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന ശിമയോൻ ആലയത്തിൽ ചെന്നു. ശിശുവിനെ കൈകളിൽ വാങ്ങി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞ് ചില പ്രവചന വാക്കുകൾ മറിയോട് പറയുന്നതായിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോട് പറയുന്നതായിട്ട് നാം പഠിക്കുന്നു. ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയാൽ വർഷങ്ങൾ എത്ര കാത്തിരിക്കേണ്ടി വന്നാലും ഇടയ്ക്ക് തത്രപ്പാടൊന്നും കാണിക്കാതെ ആ വാഗ്ദത്തം നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാമെങ്കിൽ വാഗ്ദത്തം കയ്യിലേന്തി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും, എത്രയോ വർഷങ്ങളായി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്കറിയാമല്ലോ. സഖരിയാവും എലിസബത്തും എത്രയോ വർഷങ്ങൾ കാത്തിരുന്നു. പക്ഷേ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഹന്നാൻ സ്നാപകനെ കൈകളിൽ വഹിച്ചു. അപ്പോൾ ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം അതിനുവേണ്ടി കാത്തിരിപ്പാൻ
പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ കൃപ തരണമേ. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.